അതിൻ്റെ ഫൈനൽ മത്സരം നടക്കുക. ഇന്ത്യക്കെതിരെ മത്സരിക്കുന്നത് ജർമ്മനി. ആരുടെ ജർമ്മനി? ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സ്വന്തം ജർമ്മനി മത്സരിക്കുന്നത് സ്വാതന്ത്ര്യം പോലും കിട്ടാത്ത ഈ ഇന്ത്യക്കെതിരെ. വിജയത്തിൽ കുറഞ്ഞതൊന്നും നാർസിസ്റ്റ് പേഴ്സണാലിറ്റിക്കാരനായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. നമസ്കാരം. ദേശീയ കായിക ദിന ആശംസകൾ നേരെയാണ്. നമ്മുടെ രാജ്യം കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ്. നമുക്കറിയാം, ധ്യാൻചന്ദ് എന്ന ഇതിഹാസ താരത്തിൻ്റെ ജന്മദിനമാണ്. ഈ ഒരു സമയത്ത് ഞാൻ ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മനുഷ്യരെന്ന് പറയുന്നത് ആദിമകാലത്ത് ഒരു കായിക മത്സരത്തിലോട്ട് വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? BC 776 ഒളിമ്പിയ പുരാതന ഗ്രീസിലാണ് ഒരു സംഘടിത മത്സരമായിട്ടൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് വരെ മനുഷ്യർ ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നടന്നു പോകാനും കുറച്ച് വേഗത്തിലെത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഒന്ന് ഓടിപ്പോകണം. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യൻ ഒരു പക്ഷേ അതിലാരായിരിക്കും ഏറ്റവും മികച്ച രീതിയിൽ ശരീരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള ആൾ എന്നൊരു ചിന്തയായിരിക്കാം ഒരു മനുഷ്യനൊരു കായിക മത്സരത്തിലോട്ട് വരുന്നത്. പുരാതന ഗ്രീസിൽ ആ കാലത്ത് നാട്ടുരാജ്യങ്ങളും ഗോത്രങ്ങളൊക്കെ തമ്മിൽ യുദ്ധങ്ങൾ എപ്പോഴും നടക്കാറുണ്ടായിരുന്നു. ഈ ഒളിമ്പിയയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു മത്സരം നടക്കുന്ന സമയത്ത് ആ യുദ്ധങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാറുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ യുദ്ധങ്ങൾ നിർത്താൻ പുരാതന കാലത്ത് പോലും കായിക മത്സരങ്ങൾ വലിയൊരു കാരണമായിട്ടുണ്ട് എന്നതാണ്. 1905 അലഹബാദിലാണ് ധ്യാൻചന്ദ് ജനിക്കുന്നത്. അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമായി മാറുന്നു. ഇന്ത്യ ഒളിമ്പിക്സ് നേടുന്ന മത്സരങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് അദ്ദേഹം വഹിക്കുന്നുണ്ട്. 1928-ലും 32-ലും 36-ലും ഇന്ത്യ ഒളിമ്പിക്സിൽ സ്വർണം നേടി. 36-ലെ ഒളിമ്പിക്സ് മത്സരം എന്ന് പറയുന്നത് ബെർലിനിലാണ്, ജർമ്മനിയിലെ ബെർലിനിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അതിൻ്റെ ഫൈനൽ മത്സരം നടക്കുക. ഇന്ത്യക്കെതിരെ മത്സരിക്കുന്നത് ജർമ്മനി. ആരുടെ ജർമ്മനി? ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സ്വന്തം ജർമ്മനി മത്സരിക്കുന്നത് സ്വാതന്ത്ര്യം പോലും കിട്ടാത്ത ഈ ഇന്ത്യക്കെതിരെ. വിജയത്തിൽ കുറഞ്ഞതൊന്നും നാർസിസ്റ്റ് പേഴ്സണാലിറ്റിക്കാരനായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. 10,000-കണക്കിന് കായിക പ്രേമികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ബെർലിൻ ഒളിമ്പിക്സിൻ്റെ ഹോക്കി മൈതാനത്ത് ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഒരു ഇന്ദ്രജാല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്നതാണ്. ഇന്ദ്രജാല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്ന് ആ മത്സരം റിപ്പോർട്ട് ചെയ്ത മുതിർന്ന മാധ്യമപ്രവർത്തകർ പിന്നീടുള്ള റിപ്പോർട്ടിൽ എഴുതിയതാണ്. ഞങ്ങളൊരു മത്സരമായിരുന്നില്ല, പകരം ഇന്ദ്രജാല പ്രകടനമായിരുന്നു കണ്ടത് എന്നതാണ്. ബെർലിൻ ഒളിമ്പിക്സിൽ 1-8 ഗോളുകൾക്ക് ഇന്ത്യ ജർമ്മനിയെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഹിറ്റ്ലർ ധ്യാൻചന്ദിനെ വിളിപ്പിച്ചു. വലിയ ഓഫറുകളാണ്. ജർമ്മനിയിൽ പിന്നീട് അങ്ങോട്ടുള്ള കാലം വളരെ സുഖലോലുപതയിൽ ജീവിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിത്തരാമെന്നും മിലിറ്ററിയിലടക്കം വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ ഓഫർ ചെയ്തിട്ടും ഈ രാജ്യത്തെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ധ്യാൻചന്ദ് ആ ഓഫറുകളൊക്കെ നിരസിച്ച് അദ്ദേഹം ഇന്ത്യയിലോട്ട് തിരിച്ചെത്തുകയും പിന്നീടും ഇന്ത്യൻ ഹോക്കിക്ക് വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്ത ഒരു അതുല്യ പ്രതിഭയാണ് ധ്യാൻചന്ദ്. ഓരോ കായിക ദിനം ആചരിക്കുമ്പോഴും ഈ രാജ്യം ലോക കായിക മേഖലയിൽ ഏറ്റവും ഉന്നതിയിലെത്താനും നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി കായിക പ്രതിഭകൾ പിറവിയെടുക്കാനും കാരണമാകുന്ന നിരവധി പരിപാടികളും പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരു മികച്ച കായിക ദിനം ആശംസിക്കുന്നു. താങ്ക് യു.